ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ പ്രസിഡന്റ് ശബരിമല സന്ദർശിക്കുന്നു. കൊള്ളാം, നല്ല കാര്യം. പക്ഷേ വാർത്താ ചാനലുകൾ അതങ്ങ് ആഘോഷിക്കുകയാണ്. പല വാർത്താ ചാനലുകളും പറയുന്നത് കേട്ടു, മലയാളിക്ക് ഏറെ അഭിമാനാർഹമായ നിമിഷമാണ് എന്ന്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇത്ര അഭിമാനിക്കാൻ? ഇന്ത്യൻ പ്രസിഡന്റ്, ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, പ്രഥമ പൗര, ഒരു അമ്പലത്തിൽ പോകുന്നു. അതിലപ്പുറത്തേക്കുള്ള പ്രാധാന്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലുപരി മലയാളിക്ക് ഇത് കണ്ട് ദോഷമല്ലാതെ ഗുണമെന്നുള്ളത് ഞാൻ കരുതുന്നില്ല. ഒന്ന്, പത്തനംതിട്ട ജില്ലയിലെ ജനജീവിതം ആകെ താറുമാറാകുന്നു. ട്രാഫിക് നിയന്ത്രണങ്ങൾ, സ്കൂളുകൾക്ക് പോലും അവധിയാണ്. ഇന്ന് പത്തനംതിട്ട ജില്ലയ്ക്ക് അവധി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. മാനം തെളിഞ്ഞു, മഴക്കാറ് പോലുമില്ല, നല്ല കാലാവസ്ഥ. പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു, അതുകൊണ്ട് സ്കൂളുകൾക്ക് അവധി. അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും 2000-ലേറെ പോലീസുകാരാ കേരള പോലീസുകാര് അവിടെ നിയമിച്ചിരിക്കുന്നത് ഈ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. പിന്നെ എന്തെല്ലാം ഒഫീഷ്യൽസ് എത്ര കോടി രൂപ പൊടി പൊടിക്കുന്നു. ആദ്യം ഒരു പൈലറ്റ് ഹെലികോപ്റ്റർ വന്നു, തിരിച്ചുപോയി. പിന്നെ 2 വന്നു, അതിൽ ഇന്ത്യൻ പ്രസിഡന്റും ഉണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രിയാണ് വരുന്നതെങ്കിൽ കഥ മാറി. കാരണം അതൊരു യുവാത പുരുഷനാണ്. ശത്രുക്കൾ അകത്തും പുറത്തും ഇഷ്ടം പോലെയുണ്ട്. ഈ പ്രസിഡന്റിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുള്ളതായി ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതാൻ നിർവാഹമില്ല. പിന്നെ ഒഫീഷ്യാലിറ്റിക്ക് വേണ്ടി ഒരുപക്ഷെ സുരക്ഷയൊക്കെ ആവശ്യമാണ്. പിന്നെ ശബരിമല സന്ദർശനം, ഇന്ത്യൻ പ്രസിഡന്റ് BJPയുടെ പൈലറ്റ് സംരംഭമായ രാമക്ഷേത്രത്തിൽ പോയോ? എത്ര തവണ പോയി? ഉദ്ഘാടനം പോലും വിളിച്ചില്ല അവരെ. അതാണ് BJP ഭരണമെന്ന് പറയുന്നത്. അത് നിർവഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാ. ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ട പ്രധാനമന്ത്രിയാണോ, അതോ തന്ത്രമുഖ്യന്മാരോ ആചാര്യന്മാരോ ഒക്കെയാണോ? ആലോചിക്കേണ്ട കാര്യമാണ്. തന്ത്രമുഖ്യന്മാര് ഉദ്ഘാടനം ചെയ്യേണ്ട ക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഏതോ തന്ത്രിമാരോ പൂജാരികളോ ഒക്കെയാ. ആലോചിച്ച് നോക്കിയേ കാര്യങ്ങൾ പോകുന്ന പോക്ക്. അവിടെയും പ്രസിഡന്റിനെ കണ്ടില്ല. അതെന്തോ ആവട്ടെ, കേരളത്തിലേക്ക് മടങ്ങി വന്നാൽ ഈ ശബരിമല സന്ദർശനം ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, മറ്റേതെങ്കിലും രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയിരുന്നെങ്കിൽ അവർ നോർമലായിട്ടും ആ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ക്ഷേത്ര ദർശനം നടത്തും, അത്ര തന്നെ. അങ്ങനെയാണ് ചെയ്യേണ്ടതും, അമേരിക്കൻ പ്രസിഡന്റ് ഒഴിച്ച്. കാരണം അദ്ദേഹം ഒരു കോൺട്രവേഴ്ഷ്യൽ ഫിഗർ, അതുകൊണ്ട് മാത്രം. അല്ലാതെ വേറെ ഏതൊരു രാജ്യത്തെ എന്നാലും അവരൊക്കെ നിയമം അനുസരിച്ച് നിയമത്തിന് വിധേയരായാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ ഭരണാധികാരികളോ അവർ നിയമത്തിന് അതീതരാണ്. എന്തിനാ മുഖ്യമന്ത്രി പോലും 40-ലേറെ വാഹനങ്ങളാ, 40-ലേറെ സുരക്ഷയ്ക്ക് വേണ്ടി. ഓർക്കണം, സ്വന്തം നാട്ടിലാന്ന് ഓർക്കണം, വേറെടത്തുമല്ല. സ്വന്തം നാട്ടില് മുഖ്യമന്ത്രി സഞ്ചരിക്കാനായി 40-ലേറെ വാഹനങ്ങൾ അകമ്പടിയായി, മുൻപിലും പിൻപിലും ഒക്കെ. മഹാരാജാവിനെ പോലുള്ള എഴുന്നള്ളത്ത്. എന്തോ ഒരു കഷ്ടമല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥയെന്ന് പറയുന്നത്. അത് പ്രസിഡന്റ് ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ഇതിന്റെ എല്ലാം ചെലവ് വഹിക്കേണ്ടത് നമ്മളാണ്, ഞാനും നിങ്ങളുമാണ്. ആരുടെ പണം? ടാക്സ് പേയേഴ്സ് മണി. താങ്ക് യു.